ദക്ഷ, നീ കരയാതെ കാര്യം പറ. ഞാൻ സ്കൂളിൽ പോവില്ല. എന്ത് പറ്റുവോളെ? ടീച്ചർ വല്ല വഴക്ക് പറഞ്ഞാ? അടുത്ത ആഴ്ച സ്കൂൾ ഫാദേഴ്സ് ഡേയുടെ പ്രോഗ്രാം. അതിനുവേണ്ടി ടീച്ചർ എല്ലാവരുടെയും അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എനിക്ക് അച്ഛനില്ലെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കി. മോള് ഗുഡ് ഗേൾ അല്ലേ? ഗുഡ് ഗേൾ ആരെങ്കിലും കരയോ? നാളെ അമ്മമ്മ മോളുടെ സ്കൂളിൽ വരാമേ. മോളെ കളിയാക്കി എല്ലാവരെയും നമുക്ക് ഇടി കൊടുക്കാം. ഇപ്പം മോളൊരു കാര്യം ചെയ്യും, വേഗം പോയി ഒരു ഡ്രസ്സ് മാറ്റിക്കോ. നമുക്ക് മോളുടെ ഫേവറേറ്റ് ഐസ്ക്രീം കുടിക്കാൻ പോവാം. ഓക്കെ? മോളെ, അരുൺ പോയിട്ട് 6 കൊല്ലമായില്ലേ? ഇനിയെങ്കിലും നീ വേറൊരു കല്യാണത്തെ പറ്റി ചിന്തിച്ചൂടെ? ഇനിയൊരു കല്യാണം അത് ശരിയാവില്ലമ്മ. എടി, നിനക്കിപ്പോൾ എത്ര പ്രായമുണ്ടെന്നാ? ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്നൊക്കെ തോന്നും. വയസ്സാം കാലത്ത് ഒന്ന് മിണ്ടാൻ പോലും കൂട്ടില്ലാതാകുമ്പോഴേ ഈ അമ്മ പറയണത് നിനക്ക് മനസ്സിലാവും. നിനക്കൊരു പാർട്ട്ണർ വേണ്ടെങ്കിലും ആ കൊച്ചിനൊരു അച്ഛനെ വേണ്ടേ? നീ അതിനു വേണ്ടിയെങ്കിലും ഒന്ന് സമ്മതിക്കും. ഞാൻ ഏതായാലും നിനക്ക് വേണ്ടി ഒരു ആലോചന നോക്കാൻ പോവുക. ഇത്ര നേരം സംസാരിച്ച് വെച്ച് എനിക്ക് ചാന്ദിനെ ഇഷ്ടമായി. കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരിട്ട് മൂവ് ചെയ്യാൻ തന്നെ ഓക്കെയാണോ? ബാംഗ്ലൂരോ? എൻ്റെ അമ്മ ഇവിടെ ഒറ്റയ്ക്കാ. ചന്ദ്രയുടെ മോളില്ലേ അമ്മയ്ക്ക് കൂട്ടായിട്ട്? ഞാൻ കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് തന്നെ പറയാം. എൻ്റെ കല്യാണം കഴിഞ്ഞ് വിത്തിൻ 1 year ആയപ്പോൾ തന്നെ ഞങ്ങൾ ഡൈവേഴ്സായി. സോ ഒരു ഫാമിലി ലൈഫൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞാൽ ചാന്ദിനി മാത്രമാണ് ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോകാൻ പ്രിഫർ ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഒരു പാരൻറ്റിങ് റോളിലൂടെ ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ ചാന്ദിനിയുടെ മോളെന്നെ അച്ഛാന്ന് വിളിക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഐ എം ഓപ്പൺ ടു ഇറ്റ്. ഹലോ ചേച്ചി, ഇതെന്ത് പരിപാടിയാണ് കാണിച്ചത്? ഇതിനെക്കാട്ടി നല്ല ആലോചനയൊന്നും കൊണ്ടുതരാൻ എന്നെ കൊണ്ട് പറ്റൂല. പയ്യനാണെങ്കിൽ നല്ല പഠിപ്പുണ്ട്, ജോലിയുണ്ട്, അതുമല്ല മോക്ക് കുഞ്ഞുള്ള ഒരു പ്രശ്നവും അല്ല. എന്നിട്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ട് കയറി ഡിമാൻഡൊക്കെ വെച്ചാ? അതിന് കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിന് കുഞ്ഞിനെ ചേച്ചിയുടെ കൂടെ നിർത്തിയാൽ പോരെ? ആ പിന്നെ ഇത് 2ാം കെട്ടാണെന്ന് ചേച്ചി മറക്കണ്ട. ഈ ആലോചന തന്നെ വന്നത് വലിയ കാര്യം അപ്പോഴാ. എന്തായാലും ചേച്ചി നീ മോളുടെ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കണ്ട. മോളെ, ആ ചെറുക്ക അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് മോളത് കാര്യമാക്കണ്ട. അമ്മയുടെ വാക്കും കേട്ട് പോയിട്ട് ഇപ്പം അമ്മയ്ക്ക് സമാധാനമായല്ലോ. എൻ്റെ മോക്കൊരു അച്ഛൻ വേണം പോലും. അമ്മയ്ക്ക് അമ്മയുടെ മോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്ര ഇമ്പോർട്ടൻ്റ് എനിക്ക് എൻ്റെ മോള്. അതെന്താ അമ്മയ്ക്ക് മനസ്സിലാവാത്തത്? അതങ്ങ് പോട്ട്, നമുക്ക് വേറെ നോക്കാം. അമ്മ, എൻ്റെ മോക്ക് വേണ്ടത് പേരിനൊരച്ഛനെ അല്ല, അവളെ കെയർ ചെയ്യുന്ന ഒരാളെയാ. ഇനി ആരെ കണ്ടുപിടിച്ചാലും എൻ്റെ മോക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ ഇനി കല്യാണം കഴിക്കൂ. നമസ്കാരം.
അമ്മ വന്നില്ലേ? അമ്മയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് വരാത്ത. ഹായ്. മോനെ ഇരിക്കേ. ആ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ ചായ എടുത്തിട്ട് വരാം. അല്ല, മോളെവിടെ? ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. മോളെ, മോളെ. ഹായ് ദക്ഷ. എൻ്റെ പേരെങ്ങനെ അറിയാം? അതൊക്കെ അങ്കിളിന് അറിയാം. അങ്കിളെ, മോക്കൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു അങ്കിൾ. ഇന്ന് വന്നേ ചോദിക്കട്ടെ. പിന്നെ ഈ പടമൊക്കെ മോള് വരച്ചതാ? അപ്പൊ ദക്ഷ ആളൊരു പുലിയാണല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ? അങ്കിൾ പോയിട്ട് വരാം. അത് ശരി. അപ്പോൾ ഈ മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന അമ്മയായിരുന്നല്ലേ? ഈ കോള് വരുന്നത് വരെ ഞാൻ ചാന്ദിനി എന്നാണ് വിചാരിച്ചിരുന്നത്. അയ്യോ, ഞാൻ ആ ഏരിയയിലേ പോയിട്ടില്ല. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതും സെലക്ട് ചെയ്തതും ഒക്കെ അമ്മയാണ്. ആക്ച്വലി ഞാനൊരു സെക്കൻഡ് മാരേജിന് പ്രിപ്പയർഡ് അല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം പ്രിപ്പയർഡ് ആണോ? ഏകദേശം ഓക്കെ ആണെന്ന് പറയാം. അപ്പോൾ നാളെ എങ്ങനെയാ? ഈവനിങ് ഫ്രീ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് മീറ്റ് ചെയ്യാറുണ്ട്. ഈവനിങ് ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട് ഇവിടെ അടുത്ത്, കവടിയാറ. അവിടെ ഈ ഓർഗാനിക് സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ മോളെ പഠിപ്പിക്കണം. നെക്സ്റ്റ് വീക്ക് എക്സാമാണ്. ഓർഗാനിക് ഐറ്റംസ് ആണോ വാങ്ങുന്നത്? എങ്കിൽ നോക്കി തന്നെ വാങ്ങണം കേട്ടോ. ഓർഗാനിക് എന്ന് ക്ലെയിം ചെയ്യുന്ന പലതും ഓർഗാനിക് ഒന്നുമല്ല. താനീ മില്ലർ സ്റ്റോറിൽ പോയിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ തന്നെ നാളത്തെ ഷോപ്പിംഗ് അങ്ങോട്ടേക്ക് ആക്ക്. നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ. അമ്മ, ഷോപ്പ് എങ്ങനെയുണ്ട്? സംഗതി കൊള്ളാം. നമ്മൾ ഈ പാക്കറ്റിൽ ഓരോ സാധനം വാങ്ങുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം. ഇതാകുമ്പോൾ നമുക്ക് കണ്ട് വിശ്വസിച്ച് വാങ്ങാം. അതുമാത്രമല്ല, ഈ റോ മെറ്റീരിയൽസ് ഇല്ലേ, ഇതിൽ പെസ്റ്റിസൈഡ്സിൻ്റെ അളവ് എത്ര ഉണ്ടെന്നുള്ള ലാബ് റിപ്പോർട്ട് ഇവർ കൊടുക്കുന്നുണ്ട്. ഓ, ഇതിനേക്കാളും വലിയ ട്രാൻസ്പെറൻസി എവിടെ കിട്ടാൻ? അത് ശരിയാ. അപ്പോൾ ചേറാം, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. അല്ല, മോക്ക് അടുത്ത ആഴ്ച എക്സാം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ആ, ഞാൻ വേണമെങ്കിൽ ഒന്ന് പഠിപ്പിക്കാം. അയ്യോ, അത് ബുദ്ധിമുട്ടാവില്ലേ? സ്കൂൾ മാഷായ എനിക്ക് കുട്ടികളെ പഠിപ്പിക്കണ ബുദ്ധിമുട്ടാണ്. അതൊന്നും കുഴപ്പമില്ല. ശരി ശരി, ടാറ്റാ. 5 into 5 25. ഇനി നമുക്ക് 12 into 4 നോക്കാം. 2 into 4
കൊള്ളാലോ, ഇനി കല്യാണം കഴിഞ്ഞാണ്ട് പഠിപ്പിക്കാൻ ആളായില്ലേ. അവർ തമ്മിൽ സെറ്റായെന്നാ തോന്നുന്നത്. 5 into 5. ജയറാം, ഞങ്ങൾ അടുത്തൊരു ഷോപ്പ് വരെ പോയിട്ട് വരാം. ആ, ടേക്ക് യുവർ ഓൺ ടൈം. മോളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇല്ല, മോള് വന്നില്ലായിരുന്നോ? അവൾ അമ്മയുടെ കൂടെ ഒരു സ്ഥലം വരെ പോയിരിക്കുക. പിന്നെ കല്യാണം നമുക്ക് സിമ്പിളായിട്ട് നടത്തിയാൽ മതി. ഏതെങ്കിലും അമ്പലത്തിൽ താലി കെട്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാം. അല്ല, നമ്മളിതുവരെ ജയറാമിൻ്റെ അമ്മ മീറ്റ് ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരിക്ക് ഒട്ടും വയ്യ. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ ആരാണെന്ന് ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. ആടാ സ്റ്റേഷനിലോ? അരണേ, ഇന്ന് തന്നെ അവന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യണം. പിടിച്ചോണ്ട് പോകാനേ. ചാന്ദിനി, ചാന്ദിനി. ഡാ, നാളെ നമുക്ക് നിന്റെ ഫേവറേറ്റ് ഐസ്ക്രീം കഴിക്കാൻ പോവാം. അങ്കിള് വരൂ. ആ, എങ്കിൽ ഞാൻ കാണില്ല. എന്താ മോളെ? അമ്മ ടേക്ക് യുവർ ഓൺ ടൈം. മോളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ എനിക്ക് ചേഷ്ടച്ചാണ്, ചേഷ്ടച്ചും പറഞ്ഞു തന്നില്ലേ? എന്തോ അങ്കിളിനെ ഇട്ടച്ച് എനിക്ക് സേഫല്ലാന്ന് തോന്നുന്നു. മാഡം, ഇന്നലെ സംശയം തോന്നിയപ്പോൾ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചത് എന്തായാലും നന്നായി. അവൻ മാഡത്തിന് അയച്ചു തന്ന ഡീറ്റെയിൽസ് മുഴുവൻ ഫേക്കായിരുന്നു. പിന്നെ മാഡം അയച്ചു തന്ന ഫോട്ടോസ് വെച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവൻ്റെ പേരിൽ ഇതിനു മുമ്പും ഇതുപോലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ മാഡം പേടിക്കൊന്നും വേണ്ട. ഇനി ഇതുപോലുള്ള ആലോചനകൾ വരുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തുന്നത് നല്ലതായിരിക്കും. ഈ സെക്കൻഡ് മാരേജ് ആകുമ്പോഴേ പലരും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അന്വേഷിക്കാറില്ല. അതാ ഇങ്ങനെയുള്ളമാരൊക്കെ മുതലെടുക്കുന്നത്. ഒരു സെക്കൻഡ് മാരേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓരോ വ്യക്തിയും ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സെക്കൻഡ് ജേർണിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓൾറെഡി ഫസ്റ്റ് മാരേജിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ സേഫ്റ്റിയും ഭാവിയും ബെറ്റർ ആക്കുന്ന ഒരു റിലേഷൻഷിപ്പ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. അതുമാത്രമല്ല, നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കേണ്ടത് ഒരിക്കലും സൊസൈറ്റിയുടെ പ്രഷറും ഉണ്ടാകും. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടൊരു കൂട്ട് വേണമെന്ന് തോന്നുമ്പോൾ ഈ തീരുമാനം എടുക്കുക. പിന്നെ ഒരു മേജർ പ്രശ്നം നമ്മുടെ സൊസൈറ്റി തന്നെ രണ്ടാം ഘട്ടത്തിൽ ഇത്രയൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്താഗതി ഇവിടെയുണ്ട്. അത് ശുദ്ധ മണ്ടത്തരമാണ്. നമ്മൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്യണം, ആരെ വിവാഹം കഴിക്കണമെന്നൊക്കെ തീരുമാനിക്കണം നമ്മളാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ പ്രഷറൊക്കെ കാരണം ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് വീഴാതിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാന കാര്യം, പ്രോപ്പറായ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനിലൂടെ പാർട്ട്ണറാകാൻ പോകുന്ന ആളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. ഒരു സെക്കൻഡ് മാരേജിലേക്ക് കടക്കുമ്പോൾ ഒരു വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ആരും ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കാം. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സിൻ്റെ വീഡിയോസ് എല്ലാ വെള്ളിയാഴ്ചയും 7 മണിക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണുക. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.
ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നല്ലത്. Miller's Choice. Nothing added, purity delivered.